ഹായ്, നമ്മളിന്ന് ക്ലാസ് 7 CBSEയിലെ ചാപ്റ്റർ 2 ചാപ്റ്റർ 1 എല്ലാവരും കാണുക. ഇത് ചാപ്റ്റർ 2 ആണ്, അരിത്തമെറ്റിക് എക്സ്പ്രഷൻ. അതിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് എടുക്കുന്നത്. ഇതിൽ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ നമ്പേഴ്സിനെ പറ്റിയാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതലും നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്പേഴ്സിൻ്റെ പല രീതിയിൽ നമ്മൾ പല ഓപ്പറേഷൻസ് ആയ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതൊക്കെ ചെയ്തു വെച്ചുള്ള പ്രോസസ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ, സിമ്പിൾ എക്സ്പ്രഷൻ. നമ്മൾ 13 + 2, 20 - 4, 12 × 5 ആൻഡ് 18 ÷ 3 ഇങ്ങനെ എഴുതുന്നതിനൊക്കെ നമ്മൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസ് എന്നാണ് പറയുന്നത്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷനും ഇൻക്ലൂഡ് ചെയ്ത് അതിൻ്റെ അകത്ത് നമ്പേഴ്സും കൂടി വരുമ്പോഴാണ് നമുക്കൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ കിട്ടുന്നത്. ഈ എല്ലാ അരിത്തമെറ്റിക് എക്സ്പ്രഷനും ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ നമ്പേഴ്സ്, അതിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം 13 + 2 ആ എക്സ്പ്രഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ് വന്നത്. 13ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത്. ഇതിനെ നമുക്ക് ഒരു ഓപ്പറേഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? അല്ലെങ്കിൽ എക്സ്പ്രഷൻ ആയിട്ട് എഴുതുവാണെങ്കിൽ, സെന്റൻസ് ആയിട്ട് എഴുതുവാണെങ്കിൽ 13 + 2 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സം ഓഫ് 13 ആൻഡ് 2 എന്ന് എഴുതാം. സം ഓഫ് 13 ആൻഡ് 2 എന്ന് പറയുന്നത് നമുക്ക് 15 ആണ് കിട്ടും. വി യൂസ് ഇക്വാലിറ്റി സൈൻ, ഈക്വൽ ടു സൈൻ ആണ് ഉപയോഗിക്കുന്നത് ടു ഡിനോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആൻഡ് ഇറ്റ്സ് വാല്യൂ. ഫോർ എക്സാമ്പിൾ 13 + 2 = 15. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഈക്വൽ ടു സൈൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എക്സ്പ്രഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈക്വൽ ടു സൈൻ ആണ് ഉപയോഗിക്കുന്നത്. വി യൂസ് ഇക്വാലിറ്റി സൈൻ ഈക്വൽ ടു ഡിനോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആൻഡ് ഇറ്റ്സ് വാല്യൂ. അതിന്റെ അരിത്തമെറ്റിക് എക്സ്പ്രഷനും വാല്യൂവും ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഏതാണ്? ഈക്വൽ ടു സൈൻ ആണ് ഉപയോഗിക്കുന്നത്. ഈക്വൽ ടു സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 13 + 2ന്റെ ആൻസർ 15, രണ്ട് സൈഡും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഒരു റിലേഷൻഷിപ്പ്, അരിത്തമെറ്റിക് എക്സ്പ്രഷനും അതിന്റെ വാല്യൂയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാനാണ് നമ്മൾ ഈക്വൽ ടു സൈൻ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. മല്ലിക സ്പെൻഡ്സ് ₹25 every day for lunch at school. Write the expression for the total amount she spends on lunch in a week from Monday to Friday. അപ്പം മല്ലിക സ്കൂളിൽ ഒരു ലഞ്ചിന് 25 rupees ആണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. ഇവിടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ് സ്പെൻഡ് ചെയ്യുന്നത്? ഇൻ എ വീക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്ക് 7 days അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. മൺഡേ ടു ഫ്രൈഡേ 5 ദിവസത്തെ മാത്രമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ദിവസം 25 rupees ആണ് വരുന്നത്. 1 ഡേയുടെ ആണ് 25 rupees എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പെർ ഡേ ആണ് വരുന്നത്. അപ്പോൾ 5 daysന്റെ എന്ന് പറയുമ്പോൾ എത്ര വരും? 5 × 25 ആയിരിക്കും വരുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 5 × 25 എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ 5 × 25 എന്ന് എഴുതാം. അല്ലെങ്കിൽ അതിനെ ഒരു സെന്റൻസ് ആയിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദ പ്രോഡക്റ്റ് ഓഫ് 5 & 25 എന്ന് എഴുതാൻ പറ്റും. ഡിഫറെന്റ് എക്സ്പ്രഷൻ ഹാവ് ദ സെയിം വാല്യൂ. ഇപ്പോൾ നമുക്ക് ഒരു എക്സ്പ്രഷന് ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. 100 ÷ 4 എന്ന് പറയുന്നതും 25 ആണ്. അതുപോലെ തന്നെ 5 × 5 എന്ന് പറയുന്നതും 25 ആണ്. ഇനി അഡീഷൻ വെച്ചും സബ്ട്രാക്ഷൻ വെച്ചും ഒക്കെ നമുക്ക് എന്ത് കിട്ടും? ആൻസേഴ്സ് കിട്ടും. ഇപ്പൊ 24 + 1 എന്ന് പറയുന്നത് 25 ആണ്. ഇനി 26 - 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 25 തന്നെയാണ് വരുന്നത്. അപ്പൊ ഡിഫറെന്റ് എക്സ്പ്രഷൻസിന് സെയിം വാല്യൂ തന്നെ വരാം. ദ മൾട്ടിപ്പിൾ വേ ടു എക്സ്പ്രസ് എ നമ്പർ 12 യൂസിങ് 2 numbers ആൻഡ് എനി ഓഫ് 4 ഓപ്പറേഷൻ പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഏത് വെച്ച് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ആൻസർ 12 എന്ന് കിട്ടും. 10 + 2 12 ആണ്. 15 - 3 12 ആണ്. 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. 24 ÷ 2 എന്ന് പറയുന്നതും 12 ആണ്. ഏത് മെത്തേഡ് വെച്ചാലും നമുക്ക് ആൻസർ ചെയ്ത് തന്നെ കിട്ടും. 12 തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ചൂസ് യുവർ ഫേവറേറ്റ് നമ്പർ ആൻഡ് റൈറ്റ് ആസ് മെനി എക്സ്പ്രഷൻ ആസ് യു ക്യാൻ ഹാവ് വിത്ത് ദാറ്റ് വാല്യൂ. ആ വാല്യൂ വെച്ച് നമുക്ക് കിട്ടുന്ന മാക്സിമം എക്സ്പ്രഷൻസ് എഴുതാം. ഇവിടെ ഞാൻ 20 എന്ന് പറയുന്ന നമ്പർ എഴുതുവാണെങ്കിൽ 12 + 8 ചെയ്യുമ്പോൾ 20 കിട്ടും. അഡീഷന്റെ കേസിൽ 20 കിട്ടും. മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും 20 കിട്ടും. 4 × 5 20 എഴുതാം. 40 ÷ 2 എന്ന് പറയുന്നത് 20 എഴുതാം. ഇനിയിപ്പോൾ സബ്ട്രാക്ഷൻ എഴുതുവാണെങ്കിൽ 22 - 2 എന്ന് എഴുതുവാണെങ്കിൽ അതും എത്രയാണ് ആൻസർ കിട്ടും? 20 ആണ് കിട്ടും. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ 25 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടണ്ടെങ്കിൽ അതിലും ഇങ്ങനത്തെ നമ്പേഴ്സ് ഉപയോഗിക്കാം. ഇനി നമ്മൾ നമ്പേഴ്സ് കമ്പയർ ചെയ്യാനായിട്ട്, ആസ് വി കമ്പയർ ദ നമ്പേഴ്സ് യൂസിങ് ഈക്വൽ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ സൈൻ, വി ക്യാൻ ഓൾസോ കമ്പയർ ദ എക്സ്പ്രഷൻ. നമുക്ക് നമ്പേഴ്സ് കമ്പയർ ചെയ്യുന്ന മാതിരി എക്സ്പ്രഷൻസ് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ 5ഉം 6 എന്ന് പറയുന്ന നമ്പർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 6 ആണ് വലിയത്. തുറന്നിരിക്കുന്ന സൈഡ് എന്തായിട്ട് വരിക? ഓപ്പൺ സൈഡ് ആണ് ലാർജർ ആയിട്ട് വരുന്നത്.
അപ്പൊ 5 ലെസ് ദാൻ 6 അതിന്റെ അർത്ഥം 5 എന്ന് പറയുന്ന 6-നേക്കാൾ ചെറുതാണ്. അപ്പൊ നമ്മൾ എഴുതുവാണ് 8 ഗ്രേറ്റർ ദാൻ 7. 8 ആണ് 7-നേക്കാൾ വലുത്. ഈ സിമ്പിളോ എങ്ങോട്ടേക്കാണോ തുറന്നിരിക്കണം ആ സൈഡ് വലിയതായിരിക്കും. ഇവിടെ 8 ആണ് വലിയത്, ഇവിടെ 6 ആണ് വലിയത്. പക്ഷെ സിമ്പിളിന് വ്യത്യാസമുണ്ട്, ലെസ് ദാനും ഗ്രേറ്റർ ദാനും. ഇനി 5 ഈക്വൽ ടു 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും എന്താണ്, ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ എക്സ്പ്രഷൻസും കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. 10 പ്ലസ് 2 7 പ്ലസ് 1. ആദ്യമേ ഇത് സോൾവ് ചെയ്യണം. വി കമ്പയർ എക്സ്പ്രഷൻ ബേസ്ഡ് ഓൺ ദർ വാല്യൂസ് ആൻഡ് റൈറ്റ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സൈൻ അക്കോർഡിംഗ്ലി. ഇപ്പൊ 10 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 12 ആണ് വരുന്നത്. 7 പ്ലസ് 1 എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. ഇതിൽ 12 ആണോ 8 ആണോ വലിയത്? 12 അല്ലേ വലിയത്. അപ്പൊ 12ന്റെ അങ്ങോട്ടേക്കായിരിക്കും ഓപ്പൺ ദ സൈൻ വന്നത്. അപ്പൊ 12 ഗ്രേറ്റർ ദാൻ 8 എന്ന് കിട്ടും. ഇവിടെ അതുപോലെ തന്നെ 13 മൈനസ് 2 എന്ന് പറയുമ്പോൾ 11 കിട്ടും. 4 ടൈംസ് 3 എന്ന് പറയുമ്പോൾ 12 കിട്ടും. ഇവിടെ ആരാ വന്നത്? 12 ആണ് വലിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടേക്ക് തുറന്നു വെക്കുക. 11 ലെസ് ദാൻ 12. 12-നേക്കാൾ ചെറിയ വാല്യൂ ആണ് 11 ആണ് വന്നത്. ഇനി അടുത്തത് ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു മേക്ക് ദ എക്സ്പ്രഷൻ ഈക്വൽ ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ ഈക്വൽ ടു സൈൻ. ഇവിടെ അപ്പുറം ഇപ്പുറം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? സെയിം ആൻസർ കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 13 പ്ലസ് 4 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പുറത്തെ ഇപ്പുറത്തെയും രണ്ടും ഒരേപോലെ തന്നെ കിട്ടണം. 13 പ്ലസ് 4 എന്ന് പറയുമ്പോൾ നമുക്ക് 17 കിട്ടണം. ഇവിടുത്തെ ആൻസർ 17 ഈക്വൽ ടു ഡാഷ് പ്ലസ് 6. അപ്പൊ ഏത് നമ്പറിന്റെ കൂടെ ആഡ് ചെയ്താലാണ് 6 ആഡ് ചെയ്താലാണ് നമുക്ക് 17 കിട്ടണേ. അപ്പൊ എന്ത് ചെയ്യുക, പ്ലസ് 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 17 മൈനസ് 6 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ 11 കിട്ടും. അപ്പൊ ഇവിടെ 13 പ്ലസ് 4 എന്ന് പറയുന്നത് 17. 11ന്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോഴും 17 ആണ്. അപ്പുറം ഇപ്പുറം നമുക്ക് രണ്ട് ആൻസർ എന്താന്ന് കിട്ടും? 17 ഈക്വൽ ടു 17 ആണ് കിട്ടും. ഇനി ഇവിടെ 6 into 5 എത്രയാന്ന് നോക്കുക. 6 into 5 30 ആണ് വരുന്നത്. 22ന്റെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് 30 കിട്ടണേ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 30 മൈനസ് 22 എത്രയാന്ന് നോക്കുക. അപ്പൊ ആൻസർ എത്ര കിട്ടും? 8 കിട്ടും. അപ്പൊ 22ന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോഴാണ് 30 കിട്ടുന്നത്. അപ്പൊ 30 ഈക്വൽ ടു 30 ആണ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യന്റെ അകത്ത് 8 ടൈംസ് ഡാഷ് ഈസ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 64 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. 64 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 32 ആണ്. 8ന്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 32 കിട്ടുന്നത്? 8ന്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി? 4 മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ 8 ടൈംസ് 4 എന്ന് പറയണതാണ് 32. ഇനി 34 മൈനസ് ഡാഷ് ഈസ് ഈക്വൽ ടു 25. 34ന്റെ കൂടെ ഏത് നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് 25 കിട്ടുന്നത്? 34 മൈനസ് 9. അല്ലെങ്കിൽ നമ്മൾ നോക്കുക 25 പ്ലസ് 9 ചെയ്യുമ്പോൾ നമുക്ക് 34 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാലും മതി. അപ്പൊ 34 മൈനസ് 9 എന്ന് പറയുന്നതാണ് 25. അപ്പൊ രണ്ടിടത്തും എന്ത് തന്നെ കിട്ടും? 25 തന്നെ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് എക്സ്പ്രഷൻ ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദർ വാല്യൂസ്. ഇതിന്റെ വാല്യൂസ് അനുസരിച്ച് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ആദ്യമേ ഈ എക്സ്പ്രഷന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 67 മൈനസ് 19 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 67 മൈനസ് 19 ചെയ്യുമ്പോൾ 48 കിട്ടും. നെക്സ്റ്റ് 67 മൈനസ് 20. 67 മൈനസ് 20 ചെയ്യുമ്പോൾ 47 കിട്ടും. സി 35 പ്ലസ് 25. 5 പ്ലസ് 5 10. ക്യാരി ഓവർ 1. 3 പ്ലസ് 2 5. 5 പ്ലസ് 1 6. അപ്പൊ 35 പ്ലസ് 25 ചെയ്യുമ്പോൾ 60 കിട്ടും. 5 into 11 എന്ന് പറയുമ്പോൾ 55 കിട്ടും. 120 ഡിവൈഡഡ് ബൈ 3. 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 4. അപ്പം 0 കൂടി വരുമ്പോൾ 40. അപ്പൊ 120 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 40 ആണ് കിട്ടും. ഇനി ഇതിനെ ഏത് രീതിയിൽ എഴുതാനാ പറഞ്ഞേക്കണേ? അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഏത് എഴുതണം? സ്മോളർ നമ്പർ എഴുതണം. ഇവിടുത്തെ സ്മോളർ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 40 ആണ് സ്മോളർ നമ്പർ വന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഏത് എഴുതും? 40 എഴുതും. 40 കഴിഞ്ഞിട്ട് പിന്നെ വലിയ വാല്യൂസ് ആണ് 47 എന്ന് പറയുന്നത്. അപ്പൊ 40 ലെസ് ദാൻ 47. മുകളിലേക്ക് പോകും തോറും അത് കൂടി കൂടിയാണ് വന്നത്. 40 കഴിഞ്ഞാൽ 47. 47 കഴിഞ്ഞാൽ പിന്നെ 48. 48 കഴിഞ്ഞാൽ 55. 55 കഴിഞ്ഞ് കഴിഞ്ഞാൽ 60. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് വാല്യൂസ് അറേഞ്ച് ചെയ്യാനല്ല പറഞ്ഞേക്കണേ, എക്സ്പ്രഷൻ അറേഞ്ച് ചെയ്യാനാ പറഞ്ഞേക്കണേ. അപ്പൊ ഈ 40 എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആരെയും റെപ്രസെന്റ് ചെയ്യുന്നത്? 120 ഡിവൈഡഡ് ബൈ 3നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ചെറുത് അതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ തൊട്ട് വലിയത് ഏതാ? 47 ആണ് വരുന്നത്. 47 റെപ്രസെന്റ് ചെയ്യുന്ന ബിനെയാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ട് വലിയതെന്ന് പറയുന്നത് 48 ആൻസർ തന്നെയാണ്. അത് എ എന്ന് പറയുന്നത് കിട്ടും. അത് കഴിഞ്ഞിട്ട് തൊട്ട് വലിയത് വരുന്നത് 5 into 11 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് തൊട്ട് വലിയത് വരുന്നത് 35 പ്ലസ് 25 എന്നുള്ള ആൻസർ ആണ് വന്നത്.
അപ്പോൾ ഇങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടണത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ബാക്കിയത്തെ പോർഷൻ അടുത്ത വീഡിയോയിൽ.